ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം നിർണായക നീക്കം നടത്തിയത്. കേസിലെ പ്രതിപട്ടികയിലുള്ള മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്ത സംഘം അന്വേഷണത്തിന് ഒരടി കൂടി വേഗം കൂട്ടി. പാളികൾ സ്വർണം പൊതിഞ്ഞതാണെന്നറിയാമായിരുന്നിട്ടും ചെമ്പുപാളിയെന്ന് രേഖയുണ്ടാക്കി. മഹസർ തയ്യാറാക്കിയ സമയത്ത് സ്ഥലത്തില്ലാത്തവരുടെയും പേരുകൾ കൂടി ഉൾപ്പെടുത്തിയതടക്കം ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഗൂഢാലോചനയിൽ സുധീഷിന് കാര്യമായ പങ്കുണ്ടെന്നാണ് കണ്ടെത്തൽ. എന്നാൽ താൻ ചെയ്തതത്രയും മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണെന്നാണ് സുധീഷ് കുമാർ നൽകിയ വിശദീകരണം. മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിനെ അധികം വൈകാതെ അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മുൻ ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘത്തിന് നീക്കമുണ്ടെന്നും പറഞ്ഞു കേൾക്കുന്നു. ഒരു വശത്ത് കേസന്വേഷണം ഉന്നതരിലേക്ക് അരിച്ചിറങ്ങുന്നു, മറുവശത്ത് നിലവിലുള്ള ദേവസ്വം ബോർഡും സംശയത്തിന്റെ നിഴലിലാണെന്ന് ഹൈക്കോടതി തന്നെ വിരൽ ചൂണ്ടുന്നു. പ്രതിസന്ധിയുടെ പുതിയ ഘട്ടത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ കാലാവധി നീട്ടേണ്ടതില്ലെന്നാണ് സർക്കാരിന്റെ തീരുമാനം. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് PS പ്രശാന്തിന് പകരം മുൻ MP എ സമ്പത്തിന്റെ പേര് പരിഗണിക്കുന്നു. സമ്പത്തിന് താൽപര്യമില്ലെങ്കിൽ മുൻ ഹരിപ്പാട് MLA TK ദേവകുമാറിനായിരിക്കുമത്രേ നറുക്കുവീഴുക. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒച്ചയും പോലെയാണ് അന്വേഷണം പുരോഗമിക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. സർക്കാർ വിശ്വാസികളെ വഞ്ചിക്കുകയാണെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചു. പക്ഷേ ഗവൺമെന്റ് നിസ്സംഗത തുടരുക തന്നെ ചെയ്യുകയാണ്. ഈ ഒരു മാസക്കാലത്തെ അന്വേഷണം എന്താണ്? ഒച്ചഴയുന്നത് പോലെയാണ് അന്വേഷണം നീങ്ങുന്നത്. SIT കോടതിയാണ് നിയമിച്ചതെങ്കിൽ പോലും അത് ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണത്തിലാണ്. അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ആഭ്യന്തര വകുപ്പിൻ്റെതാണ്. രാഷ്ട്രീയ നേതൃത്വമാണ്, മുഖ്യമന്ത്രിയാണ്, പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് അവരെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ കേവലം ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയോ ദേവസ്വം ബോർഡിലെ ജീവനക്കാരോ ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികളോ മാത്രം വിചാരിച്ചാൽ നടക്കില്ല. അതുകൊണ്ടാണ് സർക്കാർ തലത്തിൽ സഹായമുണ്ട് എന്ന് ആദ്യം മുതലേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ തലപ്പത്തേക്ക് അന്വേഷണ സംഘം എത്തുമോ?